ഹലോ. നമ്മുടെ സ്റ്റഡി ബ്രേക്ക് ടൈം പ്രൊഡക്റ്റീവായിട്ടും റിലാക്സിംഗ് ആയിട്ടും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്, ഡൂഡിൽ ആർട്ട്. ആർട്ടെന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ആർട്ടിസ്റ്റ് ആവേണ്ട ആവശ്യമോ ഭയങ്കര ഡ്രോയിങ് സ്കിൽസ് വേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾ ബ്രേക്ക് ടൈമിൽ ഫോൺ സ്ക്രോൾ ചെയ്ത് പിന്നെയും മെൻ്റലി ടയേർഡ് ആവുന്നതിന് പകരം ഒരു പീസ്ഫുൾ ബ്രേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ മീ, ലെറ്റ്സ് ഡൂഡിൽ ടുഗദർ. ഞാൻ എൻ്റെ ചെറിയൊരു ഡൂഡിൽ സെഷൻ ഇവിടെ ഒന്ന് കാണിക്കാം. ഡൂഡിൽ ആർട്ട് ചെയ്യാൻ നിങ്ങൾ പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. സ്ട്രെയിറ്റ് ലൈൻസ്, സർക്കിൾസ്, ലീവ്സ്, ഫ്ലവേഴ്സ്, അതൊന്നും അല്ലെങ്കിൽ റാൻഡം പാറ്റേൺസ്, പിന്നെ വേവി ലൈൻസ്, എന്തെങ്കിലും വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡൂഡിൽ ആർട്ട് ചെയ്യാൻ പറ്റും. ഈ ആർട്ടിൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാമെന്നാണ്. ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യുക, നമ്മുടെ ബ്രെയിനിനൊരു റിഫ്രഷിങ് ബ്രേക്ക് കൊടുക്കുക, പിന്നെയും സ്റ്റഡീസിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ. ഞാൻ എൻ്റെ പോമോഡോറോ ടെക്നിക്കിനെ പറ്റിയിട്ടുള്ള ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ടൈമിൽ ഫോൺ യൂസ് ചെയ്യരുതെന്ന്. ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുമെന്നൊക്കെ പലരും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനത്തെ ആർട്ട്. അങ്ങനെ ഇന്നത്തെ ഡൂഡിൽ സെഷൻ ഇവിടെ കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി ഇതൊരു കാമിങ് ആക്ടിവിറ്റിയാണ്. കുറച്ച് നേരം സ്ക്രീനിൽ നിന്ന് മാറി പെന്നും പേപ്പറും ഒക്കെ എടുത്തിരിക്കുമ്പോൾ മൈൻഡ് നന്നായിട്ട് റിഫ്രഷ് ആവും. നിങ്ങളെല്ലാവരും സ്റ്റഡി ബ്രേക്ക് ടൈമിൽ ഇതുപോലൊരു സിമ്പിൾ ക്രിയേറ്റിവിറ്റി ആക്ടിവിറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഫ്രഷ് മൈൻഡായിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ. അത് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അതുമാത്രമല്ല, ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡൂഡിൽ ഡ്രോയിങ് സെഷൻ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാപ്പി ബ്രേക്ക് ടൈം.